ഹായ്, എല്ലാവർക്കും നമസ്കാരം. PS ജനനി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനെന്ന് വിചാരിക്കുന്നത് ഉച്ചയൂണ് എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാമെന്നാണ്. അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും ഉച്ചയ്ക്ക് ഊണുണ്ടാക്കാനുള്ള കറികളുണ്ടാക്കുക, പിന്നെ സമയം വേസ്റ്റ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ നമുക്ക് ഈ മഴ സമയങ്ങളില്ല, നമുക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന പെട്ടെന്ന് തന്നെ ഊണ് തയ്യാറാക്കാൻ എങ്ങനെ റെഡിയാക്കാം, പെട്ടെന്ന് എങ്ങനെ ചെയ്യാം എന്നൊക്കെ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നതാണ്. അപ്പം അത് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. പിന്നെ ചെറിയ ശബ്ദമൊക്കെ പുറത്ത് കേൾക്കണമെന്നുണ്ട്. അത് അപ്പുറത്ത് സാധനങ്ങളൊക്കെ അങ്ങോട്ട് എടുത്തിടുന്നത് ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. അതാണ് ഇതിനിടയിൽ കൂടി കേൾക്കുന്നത്. അപ്പം ഞാൻ വെജിറ്റബിളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം ചെയ്യുന്നത് ഞാൻ ഗ്യാസ് കത്തിച്ചു, ചോറ് വയ്ക്കാനായിട്ട് കുക്കറിൽ വെള്ളം വെച്ചു. ഇനി അത് കഴിഞ്ഞ് പെട്ടെന്ന് നമുക്ക് അരി കഴുകാനായിട്ട് ഞാനത് അരി എടുത്ത് വെള്ളത്തിൽ കുറച്ച് നേരത്തെ വെള്ളത്തിൽ ഇട്ടു. അത് പെട്ടെന്ന് ഞാൻ കഴുകി വരുമ്പോഴത്തേക്കും വെള്ളം ചൂടാകും. എന്നിട്ട് അത് അരി ആക്കി അടുപ്പിൽ ഗ്യാസിൽ വെള്ളം ചൂടായിട്ടുണ്ട്. നമുക്കിനി അരി ഇടാം. അപ്പം കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുക്കറിലിട്ട് വയ്ക്കുന്നതാണ് എളുപ്പം. വീട്ടിൽ ഒരു കൂട്ടുകുടുംബമൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ പാത്രത്തിൽ വയ്ക്കണം. ഇപ്പം ഞങ്ങളിപ്പോൾ 2 പേരേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് ചോറ് വെച്ചാൽ മതി. അതിനുള്ള വെജിറ്റബിൾസൊക്കെ റെഡിയാക്കിയാൽ മതി. ഇന്ന് വെജിറ്റേറിയനാണ്, ഇന്ന് നോൺ വെജ് ഇല്ല, സൺഡേ ആണ്. അതുകൊണ്ട് നോൺ വെജ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ വെജിറ്റേറിയൻ കറികളാണ് ഇന്ന്. അരി ഇട്ടു. ഇനി നമ്മൾ കുക്കർ അടയ്ക്കുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ അതവിടെ ഇരുന്ന് റെഡിയാകട്ടെ. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് സോയ, അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് വേവിച്ച് കഴുകി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്രയും ഒരു ആവശ്യം ഞങ്ങൾക്ക് ഉള്ളൂ. രണ്ടാമത് അത് ഒന്ന് ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയും ഇട്ട് ഒന്ന് പുരട്ടി, കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം കൂടി ഒന്ന് പുരട്ടി വെച്ചിട്ട് ഞാനൊന്ന് പൊരിച്ച് കോരിയെടുക്കാനാണ് ഇത് വെച്ചിട്ടുള്ളത്. രണ്ടാമത് ഞാൻ വയ്ക്കുന്ന കറി എന്ന് പറഞ്ഞാൽ തോരന് ഞാൻ ബീൻസും സവാളയും കൂടി അരിഞ്ഞ് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ള അരപ്പാണ് ഇത്. തേങ്ങയും ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം ഇതൊന്ന് കൈകൊണ്ട് ഒന്ന് ഞെരടി മാത്രമേ അതിലുള്ളൂ. പിന്നെ വയ്ക്കുന്ന കറി എന്ന് പറഞ്ഞാൽ അവിയലും കുറച്ചാണ്. അവിയലും എല്ലാ വെജിറ്റബിളും ഉണ്ട്. അവിയലിനുള്ള അരപ്പാണ് ഇത്. തേങ്ങയും ജീരകവും പച്ചമുളകും കറിവേപ്പിലയും മാത്രമാണ് അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴായിരിക്കും ഞാൻ ഈ അരപ്പ് ഒഴിക്കും. അപ്പോൾ ഇന്ന് ഇത്രയും കറികളാണുള്ളത്. പിന്നെ സാമ്പാറും ഉണ്ട്. സാമ്പാർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വെച്ചതാണ്, അതിരിപ്പുണ്ട്. പിന്നെ അച്ചാറുകളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ ഉച്ചയൂണിനുള്ള കറികൾ ഇത്രയാണ്. അപ്പോൾ നമുക്ക് ആദ്യം പിന്നെ അവിയൽ ഒന്ന് റെഡിയാക്കാം. അപ്പം അവിയലിന് എല്ലാ വെജിറ്റബിളും ഉണ്ട്. ക്യാരറ്റ് ഉണ്ട്, ഏത്തക്ക ഉണ്ട്, പടവലങ്ങ ഉണ്ട്, വെള്ളരിക്ക ഉണ്ട്, കത്തിരിക്ക ഉണ്ട്, മുരിങ്ങക്കായ ഉണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇത്രയും വെജിറ്റബിളാണ് എനിക്കിന്ന്. ചേന ഞാനങ്ങനെ ഉപയോഗിക്കില്ല, കാരണം എനിക്ക് കൈ ചൊറിച്ചിൽ വരുന്നത് ഞാൻ എടുക്കാറില്ല. ബാക്കി എല്ലാ വെജിറ്റബിളുണ്ട്. ഇതിൽ ഞാൻ ആദ്യം ഇടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ കുറച്ച് മുളക് പൊടി, ഇനി കുറച്ച് ഉപ്പ്, ഇനി കുറച്ച് വെള്ളം. ഇത്രയും മതി. ഇനി നമുക്കത് ഗ്യാസ് കത്തിച്ച് ഗ്യാസിലോട്ട് വയ്ക്കാം. ഇത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് കൂട്ടിടാം. ജസ്റ്റ് ഒന്ന് അടയ്ക്കാം. ഇനി അതിൽ കൂടി തന്നെ നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് തോരനുള്ളത് കൂടി നമുക്കറിയാം. അപ്പം നമ്മൾ എന്തായാലും ഗ്യാസ് 3 അടുപ്പുള്ളതാണെങ്കിൽ നമുക്ക് 3 റെഡിയാക്കാമല്ലോ. നമുക്ക് അതും കത്തിക്കാം. ചട്ടി ചൂടാവട്ടെ. അപ്പോൾ ചെഞ്ചട്ടി ചൂടായി. നമ്മളതിൽ എണ്ണ ഒഴിക്കുന്നു. അപ്പോൾ ഇവിടെ കുക്കറിൽ ചോറ് കിടപ്പുണ്ട്, ഇതിൽ അവിയൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം ചെയ്യുന്നത് നമ്മൾ തോരൻ വയ്ക്കാനായിട്ട് പോവുകയാണ്. എണ്ണ ചൂടായി. നമുക്കതിൽ കടുകിടാം. മുളകിടാം. ഇനി കുറച്ച് കറിവേപ്പില ഇടാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്റ്റാർട്ട് വയ്ക്കുക.
നമുക്ക് ചോറിന് വേണ്ടി വെച്ചേക്കുന്ന ബീൻസും സവാളയും കൂടി അപ്പം അതും അടക്കുന്നതിനകത്ത് നമുക്കൊന്ന് അടച്ചു അവിയൽ എന്തായാലും നോക്കാം. അവിയൽ തിളച്ചു. ഇനി നമുക്ക് അവിയലിന് അരച്ച് വെച്ചിരുന്ന അരപ്പ് അതിലോട്ടിടാം. ഒരു ചിക്കൻ വെള്ളം കൂടി ഇനി ഒന്ന് ഇളക്കാം. എനിക്ക് അവിയൽ അങ്ങനെ തീരെ കട്ടിയായി തോരൻ പോലെ എനിക്ക് ഇഷ്ടമല്ല. ഇച്ചിരി ഒരു കുലപടായിരിക്കുന്ന രീതിയിലുള്ള അവിയലാണ് ഇഷ്ടം. നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പുണ്ട്. അപ്പം ഇത് റെഡിയായി. ഇതവിടെ കിടന്ന് റെഡിയാവട്ടെ. അടച്ചു വയ്ക്കാം. അപ്പം ഇപ്പം നമ്മളിപ്പോൾ 3 കാര്യങ്ങൾ ഒരേപോലെ ചെയ്തു. ചോറടുപ്പിലായി, തോരനായി, അവിയലായി. ഇനി അടുത്ത് നമുക്ക് ഈ സോയയെ ഒന്ന് തിരക്കി വയ്ക്കണം. എന്നാൽ ഇത് റെഡിയായി വരുമ്പോഴത്തേക്കും അതിലേതെങ്കിലും ഒന്ന് റെഡിയാകും. അപ്പം നമുക്കടുത്ത് ഇത് അതിൽ വയ്ക്കണം. തോരൻ എന്തായെന്ന് നോക്കാം. ഒരുവിധം ഏകദേശം ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിൽ എന്തെങ്കിലും നമ്മൾ അരിച്ച് വച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ മുളക് പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ഞവടിയാണ് കൈ കൊണ്ടൊന്ന് പൊടിച്ചാണ് വെച്ചിരുന്നത്. അത് ഇതിലോട്ട് കുക്കറിൽ 2-3 വിസിലായി. അത് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിനെ ഇങ്ങനെ ഒതുക്കി ഒരു 2 മിനിറ്റും കൂടി അങ്ങനെ വയ്ക്കാം. അടച്ച് വെച്ചിട്ട് അവിയൽ എന്തായെന്ന് നമുക്ക് നോക്കാം. അവിയൽ പാകമായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എങ്ങനെ തോന്നുന്നില്ലേ? പെട്ടെന്ന് നമുക്ക് റെഡി ആവുന്നില്ല. അപ്പം നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്യും. നമ്മൾ തലേ ദിവസം തന്നെ തീരുമാനിക്കുക നമ്മൾ രാവിലെ നാളത്തേക്ക് എന്തൊക്കെ വേണം റെഡി ആക്കണമെന്ന്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം കഴിഞ്ഞാൽ കുറേ നേരമൊക്കെ വിശ്രമിച്ചതിന് ശേഷം നമുക്ക് ആദ്യം വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. എല്ലാം റെഡിയാക്കി അരപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് പെട്ടെന്ന് പാചകത്തിലേക്ക് പോയി ഇതാണ് എളുപ്പ പരിപാടി. അങ്ങ് കഴിയും. എല്ലാം കൂടി ഏകദേശം നമുക്ക് വേണമെങ്കിൽ ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് ചോറും കറികളും എല്ലാം റെഡിയാക്കാം. 2-3 കറികളും എല്ലാം റെഡിയാക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ള ഒന്നൊന്ന് സോയ ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് വറുത്തെടുക്കുക ഒരു ജോലി മാത്രമേ ഉള്ളൂ. മറ്റേത് ഏകദേശമായി. കുക്കറിൽ ഏകദേശം വിസിൽ ഓഫായ 4-5 വിസിൽ വന്നു. അത് ഓഫാക്കിയിട്ടിരിക്കുന്നു. ഇനി അത് വറുത്ത് കഴിഞ്ഞാൽ ചോറിൻ്റെ കാര്യമായി, അവിയലായി, തോരനായി, ഇതിന് കൊടുത്തിരിക്കുന്നു. വറുത്ത് കോരുമ്പം അതുമായി. അപ്പോൾ ഇന്നത്തെ കറികളെല്ലാം റെഡിയായി. അപ്പോൾ ഇതിനി നമുക്ക് അടുത്ത് വറുത്ത് കോരും. തോരൻ റെഡി ആയിട്ടുണ്ട്. കുറച്ചേ ഞാൻ വെച്ചിട്ടുള്ളൂ. അപ്പം അതവിടെ ഇരിക്കട്ടെ. അത് റെഡിയായി. എന്നിട്ട് നമുക്ക് അവിയലോട്ട് നോക്കാം. അവിയൽ കണ്ടില്ലേ? എല്ലാം റെഡിയായി. ഇനി ഞാൻ ലാസ്റ്റ് ഇതിൽ കുറച്ച് തൈര് ഒഴിക്കും. ഇതിന് വേണ്ടി, ഒരു പുളിപ്പിന് വേണ്ടി. ചിലവർ മാങ്ങ ഇടാം. പിന്നെ വേണമെങ്കിൽ ഇച്ചിരി പുളി ഒഴിക്കാം, അല്ലെങ്കിൽ തൈര് ഒഴിക്കാം. ഇതിൽ 3 വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം. ഞാൻ ഇത് തൈരുള്ളത് കൊണ്ട് കുറച്ച് തൈരാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പം അതങ്ങനെ ഇരിക്കാം. അപ്പം അവിയലും റെഡിയായി. ഇനി നമുക്ക് അവിയലിനെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. കാരണം അതിനടുത്ത് ഈ സോയ ഇടുന്നുണ്ടോ. ഇനി അതിൽ വേറൊരു ചീനിച്ചിട്ട് വെച്ചിട്ട് ഒരു ഇരുമ്പിൻ്റെ പാനിൽ ഒഴിക്കുക. ചട്ട ചൂടാവട്ടെ. എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അടുത്ത് സോയ പൊരിക്കാനില്ല. കുക്കറിൻ്റെ ആവി പോയിട്ടില്ല. ആവി മാറിയ ശേഷം നമുക്ക് അത് തുറക്കാൻ പറ്റും. അപ്പം ചീനിച്ചട്ടിയിൽ വെള്ളമെല്ലാം പോയി നമുക്കതിൽ എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ കൂടുതൽ വേണം, കാരണം ഇത് നമുക്ക് വറുത്ത് വരില്ലേ. എണ്ണ ഇടട്ടെ. ഇതിൽ കുറച്ച് കരിവേപ്പില.
നമുക്കത് നമുക്കൊന്ന് മറച്ചു ഇത് കണ്ണാപ്പയോ ഉണ്ടെങ്കിൽ പിന്നെ നല്ല ചിക്കനാണെന്ന് തോന്നണോ മീനാണെന്ന് തോന്നണോ എന്തായാലും വറുത്തെടുക്കണം. അടിപൊളി ഒരു നോൺ വെജിൻ്റെ ടേസ്റ്റാണ് ഇതിൻ്റെ. മീനില്ലെങ്കിൽ ഇത് അത് നമുക്ക് കഴിക്കാം. അത്ര അടിപൊളി ടേസ്റ്റാണിത്. സോയ ഇങ്ങനെ പൊരിച്ചിട്ട് ഇതിൽ മുളക് പൊടി, ലേശം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും മാത്രമേ ഇതിൽ ചേർന്നിട്ടുള്ളൂ. പിന്നെ പേരിട്ട് നമ്മളിതിന് പൊരിച്ചെടുക്കും. അപ്പം അത് അവിടെ കിടക്കട്ടെ. നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാമേ. ഇതിൽ ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അല്പം ഇതൊന്ന് മുരിഞ്ഞാൽ മാത്രം മതി. ഇതോടെ ആരും കുഴപ്പമില്ല. അപ്പോൾ ഇതെന്താണെന്ന് തോന്നുന്നു, ഇത് വെജിറ്റേറിയൻ ചിക്കനെന്നോ വെജിറ്റേറിയൻ ഫിഷെന്നോ ഒക്കെ തോന്നുന്നില്ലേ. വെജിറ്റേറിയൻകാർക്ക് ഏറ്റവും പറ്റിയ ഒരു ഡിഷാണ് ഇത്. അതുപോലെ തന്നെ നമുക്കിപ്പം നോൺ വെജുകാർക്കായാലും ചിലപ്പം നമുക്ക് എന്തെങ്കിലും വ്രതമോ എന്തെങ്കിലും മീൻ കൂട്ടാനൊന്നും പറ്റിയില്ലെങ്കിൽ നമുക്കിത് ഒന്ന് റെഡിയാക്കിയാൽ നമ്മൾ ചിക്കനോ അതൊക്കെ കഴിച്ച അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ നാവിൽ വരുന്നത്. നല്ല അടിപൊളിയാണ് ഈ ഡിഷ്. ഇത് തയ്യാറാക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ഏകദേശം എല്ലാം ആയിട്ടുണ്ട്, മൊരിഞ്ഞിട്ടുണ്ട്, എല്ലാം കണക്കിനായി എല്ലാം പാകമായി. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയൂണിൻ്റെ എല്ലാ കറികളും തയ്യാറായിട്ടുണ്ട്. ചോറ് ഇനി വാർത്താൽ മാത്രം മതി, അതിൻ്റെ വിസിൽ പോയിട്ടില്ല. പിന്നെ രണ്ടാമത് അവിയലായി, അവിയൽ റെഡിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട്, തോരനും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിയൽ, തോരൻ, സോയ വറുത്തത്, പിന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വെച്ച സാമ്പാറുണ്ട്, മാങ്ങ അച്ചാറുണ്ട്, തൈരുണ്ട്. അപ്പം അടിപൊളി ഉച്ചയൂണുകളെല്ലാം തയ്യാറായിട്ടുണ്ട്. എളുപ്പമല്ലേ? ഇത് വലിയ പാടാണോ? നമ്മളെല്ലാം റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് നമുക്ക് പാകപ്പെടുത്തിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരുന്നതാണ്. ഓക്കെ, ബൈ.